ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിയോഡറന്റ് പരിചയപ്പെടുത്താം. സാധാരണ ഡിയോഡറൻസ് പരിചയപ്പെടുത്തുമ്പോൾ പലർക്കും ഉള്ള കംപ്ലൈന്റ് ആണ് അത് ലാസ്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. ആക്ച്വലി ഡിയോഡറൻസിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലോഞ്ചിവിറ്റി അല്ല, അത് നമ്മുടെ ഒരു ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യുക, നമ്മുടെ എന്താ പറയാ ഒരു സ്വെറ്റിംഗ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ ഒന്ന് ഒരു ഫ്രഷ് ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ട ഒരു പർപ്പസ് അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചെയ്യാത്ത സാധനങ്ങളും ഉണ്ട്, നമ്മൾ ചെയ്യാത്തതും ചെയ്തതും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും അത്യാവശ്യം ലൗഡർ ആയിട്ട് ഫ്രാഗ്രൻസ് കിട്ടുന്നതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആയിട്ടുള്ള ഒരു ഡിയോഡറന്റ് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് സാധനം, റസാസി ബ്ലൂ ഫോർമെൻ 2. ഇവിടെ സൈഡിൽ വലിയൊരു പേരും കൊടുത്തിട്ടുണ്ട്, ലിൻ കോണ്ടനബിൾ എന്ന് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ഇതിന്റെ പെർഫ്യൂം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അന്ന് ഇതെന്തോ എവിടേക്കോ റെഫർ ചെയ്യാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോ ചെയ്ത പെർഫ്യൂമിന്റെ ഡിയോഡറന്റ് തന്നെയാണത്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുള്ള ഒരു ഡിയോഡറന്റും പെർഫ്യൂമുമാണ്. ഇതിന്റെ സാധാ റസാസി ബ്ലൂ ഫോർമെന്റും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. ഒരുപാട് ഓർമ്മകൾ നൽകുന്ന ഒരു സാധനം കൂടിയാണ് ബ്ലൂ ഫോർമെൻ എന്നുള്ളത്. അപ്പോൾ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഇതിന്റെ ഡിയോഡറന്റ്. നമുക്ക് എന്താ പറയാ, വാങ്ങിയാലും ഇതൊരു പെർഫ്യൂം പോലെ കൊണ്ടു കിടക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാൽ, ഇത് ഗ്യാസ് ഉള്ളതാട്ടോ. ഇത് ഗ്യാസ് ഉള്ളതാണെങ്കിലും നല്ല രീതിയിൽ ഇത് നല്ല ലൗഡറായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്, ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ആണ്. നമുക്ക് ചെറുതായിട്ട് ഒരു നോർമൽ ഫ്രഷ്നെസ് തന്നെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു മസ്കി ടച്ചും ചെറുതായിട്ടൊരു ഒരു ഫ്ലോറൽ മസ്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ഉള്ളത്. അത് ഒരു ഇത്തിരി ഡ്രൈ ഡൗൺ വരുമ്പോൾ ഒരു കാടമും പിന്നെ കുറച്ചൊരു സ്പൈസിനെസ് ഒക്കെ ഫീൽ ചെയ്യും. വേറെ എന്തൊക്കെയോ ചില സ്പൈസസിന്റെ ഒക്കെ ഒരു ഹിന്റുകൾ തോന്നും. പിന്നെ ഒരു വുഡി, ഒരു മസ്കി, ഒരു അങ്ങനത്തെ ഒരു ഡ്രൈ ഡൗൺക്കാണ് പോവുക. ഒരു ചെറുതായിട്ടൊരു സിഡർ വുഡ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസും അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള അങ്ങനെയാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് ഉള്ളത്. ഇത് സാധാരണ ബ്ലൂ ഫോർമാൻ അതെല്ലാവർക്കും പരിചയം ഉണ്ടാവും. അതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വെച്ചാൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് ഒരു വ്യത്യാസം. അതായത് ഇത് ബ്ലൂ ഫോർമന് മറ്റ് സാധാരണ ബ്ലൂ ഫോർമന് നമുക്ക് ആ ഒരു സ്പൈസി വൈറ്റ് ഫ്ലോറലൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചൊരു ഫ്രഷ്നെസ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. ലൗഡർ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് സാധാരണ ബ്ലൂ ഫോർമൻ ആണ്. ഇത് അതേ ഒരു ലെവലിൽ പ്രൊജക്ഷൻ ഇല്ല, പക്ഷെ ഫ്രാഗ്രൻസ് വളരെ പ്ലീസിങ് ആണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു ഡിയോഡറന്റ് ആയിട്ട് കൂടി ഇത് 1 ഹവറിന്റെ മേലെ പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു 5 ഹവേഴ്സ് ലെവലിലൊക്കെ ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. സാധാരണ ഡിയോഡറൻസിന് അത്ര കിട്ടാറൊന്നുമില്ല, പക്ഷെ ഈ ഒരു ഡിയോഡറന്റിന് അത്രയും ലോഞ്ചിവിറ്റി തരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ബോഡിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു ബ്ലൂ ഫോർമന് പ്ലസ് ആപ്പിൾ സോളിഡ്, ബ്ലൂ ഫോർമൻ 2, പിന്നെ ഇവരുടെ തന്നെ റസാസിന്റെ തന്നെ, പിന്നെ റൊമാൻസ് ഫോർ മെന്ന്, ഈ സാധനങ്ങളൊക്കെ എൻ്റെ ഒരു നാച്ചുറലിന് നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ CK ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം സാധനങ്ങൾ അപ്ലൈ ചെയ്താൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ അതേപോലെ കിട്ടുന്ന ആളുകൾക്ക് ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓരോ ആളുകളുടെയും ബോഡി നാച്ചുറൽ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ആയിട്ടുള്ള ഒരു ഓർഡർ. ആ ഒരു ഓർഡർ ചിലപ്പോൾ പല രീതിയിലാവും വരിക. നമ്മൾ കഴിക്കുന്ന ഫുഡ് അനുസരിച്ചോ പല രീതിയിലും വരും. നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ വരും. അപ്പൊ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡിയിൽ ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്താൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് വരിക. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുക. അതല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് പറഞ്ഞ് കേട്ട് മനസ്സിലാക്കിയിട്ട് പോയിട്ട് വാങ്ങിക്കരുത്. നിങ്ങൾ ഒന്ന് ട്രയലൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഈവനിങ്ങിലൊക്കെ അപ്ലൈ ചെയ്ത് പോയാലൊന്നും വലിയ നോട്ടീസ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. ഓഫീസിലോട്ട് യൂസ് ചെയ്യാം, ഡേ ടൈം യൂസ് ചെയ്യാം, പിന്നെ ഒരു ജിമ്മിന് വർക്കൗട്ടിന് അങ്ങനെയൊക്കെ പറ്റിയ അത്യാവശ്യം ആ ഒരു പർപ്പസിലേക്ക് പറ്റിയ ഒരു സാധനമാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ പ്രൈസ് ഉള്ളൂ. ഇതിനൊരു 300ന്റെ ഉള്ളിൽ പ്രൈസ് വരുന്ന സാധനമാണ്. ഓൺലൈനിൽ എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം ഇത് ജെനുവിൻ ആണ് എന്നുള്ളത്. ഇപ്പോൾ റസാസിന്റെ പ്രൊഡക്ട്സ് മിന്ത്രയിലൊക്കെ കാണുന്നുണ്ട്. സെല്ലർ ജെനുവിൻ ആണോ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 300ന്റെ ഉള്ളിൽ വാങ്ങിക്കാൻ പറ്റിയ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിയോഡറന്റ്. So anyways, that's all for this video. Thanks for watching.